ആലുവ നഗരമധ്യത്തിൽ നിന്നും യുവാവിനെ തട്ടിക്കൊണ്ടുപോയി. തിരക്കേറിയ KSRTC ബസ് സ്റ്റാൻഡിനും റെയിൽവേ സ്റ്റേഷനും ഇടയിൽ വെച്ചാണ് കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. റോഡരികിൽ അരമണിക്കൂറോളം നിർത്തിയിട്ട കാർ സമീപത്തെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിറങ്ങിയ ആളെയാണ് ബലമായി പിടിച്ചു കയറ്റിയത്. പ്രതികരണമുണ്ട്, CCTV ദൃശ്യങ്ങളും വരുന്നുണ്ട്. വ്യക്തത കുറവ് CCTV ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. രാവിലെ ഒരു 6:30 മണിയൊക്കെ ആകുമ്പോൾ പിന്നെ സംഭവം നടക്കുന്നത്. രാവിലെ 6:30 അവരിവിടെ വന്ന് വണ്ടി നിർത്തി ഈ ടാക്സി സ്റ്റാൻഡിൽ. അപ്പോൾ വണ്ടി അവിടെ ഇടാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് വണ്ടി അവിടെ നിന്ന് മാറ്റി നേരെ അപ്പുറത്തേക്ക് വണ്ടി മാറ്റി പാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ ഇട്ട് ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ലാസ്റ്റിലത്തെ ഒരാളെ വണ്ടിയിലേക്ക് തള്ളി കയറ്റി വണ്ടി ഡോർ അടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതാണ് ഞങ്ങൾ കണ്ടത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? അപ്പോൾ ഞങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായ ഒരു ഡ്രൈവർ 112ലേക്ക് വിളിച്ചു പറയുക ചെയ്തു. ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, നഗരഹൃദയത്തിൽ നിന്നാണ് പട്ടാപ്പകൽ ഒരാളെ ബലം പ്രയോഗത്തിലൂടെ കൊണ്ടുപോകുന്നത്. എന്തായിരിക്കാം സംഭവിച്ചിരിക്കുക? CCTV ദൃശ്യങ്ങൾ അതിനുശേഷമുണ്ടായ സംഭവങ്ങളാണോ? എന്താണ് പോലീസ് പറയുന്നത്? എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? പ്രതീഷ്, ഇപ്പോൾ നമ്മൾ കാണുന്ന CCTV ദൃശ്യങ്ങൾ ആ തട്ടിക്കൊണ്ടുപോകലിന് ശേഷം ഓട്ടോ ഡ്രൈവർമാരടക്കം പരിഭ്രാന്തരായി മാറുന്ന ആ ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. അതിനുശേഷം സംഭവ സ്ഥലത്തേക്ക് പോലീസ് എത്തുകയും ഇപ്പോൾ വിശദമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. ഈ തട്ടിക്കൊണ്ടുപോയ വ്യക്തി ആര് എന്ന് കണ്ടെത്തുക എന്നതാണ് പ്രധാനം. അതോടൊപ്പം തന്നെ ഈ വാഹനം ഒരു ഇന്നോവ കാറാണ് എന്നത് വെളിവായിട്ടുണ്ട്. ആ കാറിന്റെ നമ്പർ കണ്ടെത്താനുള്ള ഒരു ശ്രമവും ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആലുവ നഗരത്തിൽ വ്യാപകമായ പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. പ്രത്യേകിച്ച് ആ നഗരമധ്യത്തിൽ നിരവധി CCTV ക്യാമറകളുണ്ട്. ആ ക്യാമറകളിൽ നിന്ന് ഈ വാഹനം കണ്ടെത്തുക, അത് ഐഡന്റിഫൈ ചെയ്ത് അതിലെ വാഹനത്തെ പിന്തുടർന്ന് പിടികൂടുക എന്നത് തന്നെയാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ആലുവയിൽ സമാനമായ രീതിയിൽ ചില തട്ടിക്കൊണ്ടുപോകലുകൾ നടന്നിരുന്നു. പിന്നീട് തട്ടിക്കൊണ്ടുപോയ വ്യക്തിയെ ആലപ്പുഴയിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അതിന് പിന്നിൽ ഒരു സ്വർണ്ണക്കടത്ത് റാക്കറ്റ് ഉണ്ട് എന്നതാണ് പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരം. സമാനമായ സംഭവം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നത് പോലീസ് അന്വേഷിച്ചു വരികയാണ്. കാരണം രാവിലെയുള്ള സമയത്താണ് നടന്നിരിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് വന്നവർ തന്നെയാണോ ഇത് എന്ന് സംബന്ധിച്ച കാര്യങ്ങളും കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ രാവിലെയാണ് വിദേശത്തു നിന്നുള്ള ഫ്ലൈറ്റുകൾ കൂടുതലായിട്ടുള്ളത്. ആ ഒരു സമയത്ത് ഈ സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു തട്ടിക്കൊണ്ടുപോകലാണോ എന്നത് വളരെ ഗൗരവത്തോടുകൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിന്റെ പശ്ചാത്തലം. ശരി, തീർച്ചയായും പിന്നെ സൂചിപ്പിച്ചതുപോലെ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ യുവാക്കളെയൊക്കെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങൾ മലബാറിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടായിരുന്നു. അതാണോ ഈ സംഭവം എന്ന് കൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും വിശദ പരിശോധനയിലേക്ക് പോലീസ് പോവുകയാണ്.